സോ മാനിഫെസ്റ്റേഷൻ സീരീസിൻ്റെ ഡേ 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾസ് എഴുതുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എനിക്ക് ഗോൾസിനെ കുറിച്ച് വളരെ നിശ്ചയമുണ്ട്, അപ്പോൾ ഞാൻ എന്തിനാണ് അത് എഴുതുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഗോൾസ് എഴുതുമ്പോൾ എന്താണ് നടക്കുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിലേക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഒരു പിക്ചറും കൂടി നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ്. ഓരോ വേർഡ്സിൻ്റെയും എനർജി, ഓരോ വേർഡ്സിൻ്റെയും വൈബ്രേഷൻ, ഇതെല്ലാം ബ്രെയിൻ വന്നിട്ട് പ്രോസസ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ബ്രെയിൻ ആ ഒരു എനർജിക്ക് അനുസരിച്ച് ബ്രെയിൻ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അല്ലെങ്കിൽ ബ്രെയിനിന് കൂടുതൽ ക്ലിയർ ആവും എന്താണ് കറക്റ്റായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളത്. നമ്മൾ എഴുതും തോറും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് റീഡ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും, എന്താണ് ശരിക്കും വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, സിറ്റുവേഷൻസ്, ആൾക്കാർ, ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ബ്രെയിൻ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എനർജി, ഈ ഒരു വൈബ്രേഷനിൽ നമ്മൾ ആദ്യം ഈ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ബ്രെയിനിന് തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഗോൾസ് എഴുതുക, റെഗുലറായിട്ട് എഴുതുക, കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് വായിക്കുക. ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതിയത് നിങ്ങൾ ഒരാഴ്ച വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ്, നിങ്ങളുടെ ഒരു ഐഡിയൽ ലൈഫ്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ പേപ്പറിലേക്ക് പകർത്തുക. അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വായിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ റിവൈർ ചെയ്യുക. സോ എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.